നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായ ന്യൂനപക്ഷ അന്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രിസംഖികളൊക്കെ ചില പ്രത്യേക ധാരണകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നെങ്കിലും ഈ രാജ്യം എടുക്കുന്ന തീരുമാനങ്ങളും ആ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്നതും, എന്നാൽ ചില തീരുമാനങ്ങളിൽ നിശബ്ദമായി തന്നെ മുന്നോട്ട് പോകുന്നതും, ചിലതിൽ വളരെ വോക്കലായി ശബ്ദമുണ്ടാക്കി മുന്നോട്ട് പോകുന്നതും ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധമാണ് കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമീപകാലത്ത് രണ്ട് കാര്യങ്ങൾ ഈ സർക്കാർ മുന്നോട്ട് നീങ്ങി. നിങ്ങൾ എത്ര പേര് അറിയാവോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്ന്, ചണ്ഡീഗഡിന് വേണ്ടി ഒരു പ്രത്യേകമായ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി. വളരെ പെട്ടെന്ന് ആ ബില്ല് പിൻവലിച്ചു. രണ്ടാമത്, ജീവൻ സാഥി എന്ന് പറയുന്ന ഒരു ആപ്പ് എല്ലാ മൊബൈലുകളിലേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൽ ജനങ്ങളുടെ പ്രതിരോധവും പ്രതിഷേധവും പല കോർണറുകളിൽ നിന്ന് ഉയരുന്നത് കണ്ട് ഇതിപ്പോൾ തന്നെ 1.4 കോടി ആളുകൾ നിർബന്ധമില്ലാതെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വേണ്ടവർ ചെയ്തോട്ടെ, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് പിൻവാങ്ങി. എന്നാൽ മറുവശത്ത് മുസ്ലിം അന്യവൽക്കരണവും അവർക്കെതിരെയുള്ള രാമക്ഷേത്ര നിർമ്മാണം മുതൽ പൗരത്വ ഭേദഗതി നിയമം മുതൽ SIR മുതൽ ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം മുതൽ ഒക്കെയുള്ള കാര്യങ്ങൾ അണുവിട വിട്ടുവീഴ്ചയില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ക്രൈസ്തവർക്കെതിരെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ തുടർന്നു പോകുന്നതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദുമതത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് സംവരണാനുകൂല്യം ലഭിക്കില്ല. സംഗതിയുടെ പോക്ക് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സർക്കാർ തിരുത്തപ്പെടുന്നത് ജാതീയതയ്ക്കപ്പുറമുള്ള പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധത്തെയും ജനശക്തിയെയും ഭയമുണ്ട്. എന്നാൽ ഭിന്നിച്ചു നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളും മടിച്ചു നിൽക്കുന്ന നല്ല മനുഷ്യരും മതേതരരും നിശബ്ദരായി നിൽക്കുന്ന നിഷ്പക്ഷരുമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സർക്കാരിന് പ്രേരണയാകുന്നത്. ഇത് ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു വീഡിയോ ആണ്. രണ്ട് കാര്യങ്ങളാണ് ഈ സമീപത്തുണ്ടായത്. ഒന്ന്, അവസാനത്തേതിൽ നിന്ന് തുടങ്ങിയാൽ സഞ്ചാർ സാഥി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഈ രാജ്യത്തെ പൗരന്മാരെ സർവൈലൻസ് സിസ്റ്റത്തിൽ പലതരത്തിലൊക്കെ ബന്ധിപ്പിച്ചു. ചിലർ പറയുന്നത് പോലെ എല്ലാം ആധാറിലേക്ക് ബന്ധിപ്പിച്ചു. അവസാനം ആധാർ ഒരു അപ്രസക്തമായ രേഖയാക്കി മാറ്റി. ഇനിയിപ്പോൾ ആധാർ കൊണ്ട് നിൽക്കില്ല. ആധാർ കൊണ്ട് ആളുണ്ടെന്നേ അറിയാനൊക്കൂ. അവരുടെ സംഭാഷണങ്ങളും സഞ്ചാരവും വിവരങ്ങളും കൂടി അതിൻ്റെ ഇംപ്രിൻ്റ് കൂടി വേണം. ചിലർ നോട്ട് ചെയ്താൽ അതിൽ നോട്ട് ചെയ്ത് പിടിക്കാൻ പറ്റണം. ഇസ്രയേലിൻ്റെ പെഗാസസ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സുപ്രീം കോടതിയല്ലേ അതൊക്കെ പരിശോധിച്ചത്, കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ വെർഷനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് സഞ്ചാർ സാഥി കിട്ടിയത്. അതെല്ലാ ഫോണുകളിലും നിർബന്ധമാക്കണമെന്നും രാജ്യത്തേക്ക് വരുന്ന പ്രവാസികൾ അതിൽ നിർബന്ധമാക്കിയ രാജ്യത്തേക്ക് കടക്കാവൂവെന്നും അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഒരിക്കലും പറ്റരുതെന്നും ഒക്കെ നിർബന്ധം പിടിച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഒരു മുസ്ലിം വിരുദ്ധതയ്ക്കും ക്രൈസ്തവ വിരുദ്ധതയ്ക്കും അപ്പുറം ഇന്ത്യയിലെ പൊതുസമൂഹം അതിനെതിരാകും എന്ന് കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് അത് പിൻവലിച്ചു. കാരണം അപകടം മണത്തു. പുതിയ തലമുറയിലേക്കുള്ള കുട്ടികളുടെ മൊബൈലിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി മുണ്ടുകൊടുത്തങ്ങ് തെരുവിലിറങ്ങിയാൽ ചിത്രം അങ്ങ് മാറില്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സർക്കാരിന് ഇന്ത്യൻ ശക്തിയിൽ വിശ്വാസമുണ്ട്, ഇപ്പോഴും ഭയമുണ്ട്. രണ്ടാമത്തെ ഒരു നിയമമാണ് കൊണ്ടുവന്നത്, ചണ്ഡീഗഡിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ബിൽ. ചണ്ഡീഗഡ് എന്ന് പറയുന്ന പ്രദേശം ഒരു ചരിത്രപരമായ സംഗതിയാണ്. 1947 പഞ്ചാബിൻ്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. ലാഹോർ പാക് വിഭജനത്തിൽ അപ്പുറം പോയി. അപ്പോൾ പിന്നെ തലസ്ഥാനമായി എന്ത് ചെയ്തു, ചണ്ഡീഗഡ് ഉണ്ടാക്കേണ്ടി വന്നു. ചണ്ഡീഗഡ് വളരെ പ്ലാൻഡാണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ചണ്ഡീഗഡ് ഈസ് എ പ്ലാൻഡ് സിറ്റി എന്ന്. പോയാലും നമുക്കതിൻ്റെ ഒരു പ്ലാനിങ് മനസ്സിലാവും. 1966 തോന്നുന്നു ഈ പഞ്ചാബിൽ നിന്നും ഹരിയാന സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ആ സംസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ ഇതിന് രണ്ടിനും കൂടി കോമണായി ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ വേണ്ടി വന്നു. അങ്ങനെ തുടരുകയാണ്. ആ ചണ്ഡീഗഡിൻ്റെ ഭരണാധികാരി യഥാർത്ഥത്തിൽ പഞ്ചാബ് ഗവർണറാണ്. ഇപ്പോൾ പഞ്ചാബിൽ ഒരു BJP സർക്കാർ വരുന്ന ലക്ഷണം അടുത്തെങ്ങും കാണുന്നില്ല, കേരളത്തിലെയും തമിഴ്നാടിനെയും പോലെ. അപ്പോഴാണ് ബുദ്ധിരാക്ഷസന്മാർക്ക് ബുദ്ധി ഉദിച്ചൊരു പ്രത്യേക നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഭരണഘടനയുടെ 240 ആർട്ടിക്കിൾ പ്രകാരം ഇതിനെ ടേക്ക് ഓവർ ചെയ്ത് രാഷ്ട്രപതി ഒരു സ്പെഷ്യൽ റൂളൊക്കെ ഫ്രെയിം ചെയ്ത് ഒരു ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കുക എന്നുള്ളതാണ്. അവർക്ക് ലക്ഷദ്വീപിൽ അത് സാധിച്ചു. ലക്ഷദ്വീപിൽ മുസ്ലിങ്ങളായതുകൊണ്ട്
അതിൻ്റെ പ്രതിഷേധം ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്നത് എന്താ? എല്ലാവരും ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് കിട്ടല്ലേ, നമ്മളെന്തിനിറങ്ങണം എന്ന് ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നു. പിന്നെ ബാക്കിയുള്ള നിശബ്ദരായ മതേതരക്കാർ ചിന്തിക്കുന്നു. പിന്നെ കുറേ മതേതരക്കാർ കെണിയിലും കേസിലും അകപ്പെട്ട ശേഷം ഈ പറയുന്നവർക്ക് വിധേയമാകേണ്ടി വരുന്നു, ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. ഇങ്ങനെയാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ പഞ്ചാബ് കത്താൻ തുടങ്ങി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചാബിയുടെ വികാരം ഉണർന്നു തുടങ്ങി. കാരണം പഞ്ചാബിനോട് 1977-ലും 1985-ലും ഇത് പൂർണ്ണമായും ഈ ക്യാപിറ്റൽ പഞ്ചാബിന് കൊടുക്കാമെന്നും എന്നിട്ട് ഹരിയാനയ്ക്ക് വേറെ ക്യാപിറ്റൽ ഉണ്ടാക്കാമെന്നും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പഞ്ചാബ് കത്തിയാൽ വിഷയമാവും. അവിടെ മുസ്ലിം വിരോധം കൊണ്ട് നിൽക്കില്ല, ക്രൈസ്തവ വിരോധം കൊണ്ട് നിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകി. ഇത് അങ്ങനെ ഒരു ഉദ്ദേശമില്ല, അതിൽ നിന്ന് പിന്മാറുന്നു. എന്നാൽ മറുവശത്തോ രാമജന്മഭൂമി വിഷയം അത് വന്നപ്പോൾ ക്രിസ്ത്യാനികൾ മിണ്ടിയോ? ഇല്ല. പൗരത്വ ഭേദഗതി വിഷയം മിണ്ടിയോ? എന്താ കാര്യം? അതൊന്നും ക്രിസ്ത്യാനിയെ ബാധിക്കുന്നതല്ലല്ലോ, മുസ്ലിമിനെ ബാധിക്കുന്നതല്ലേ. പിന്നെ അത് കഴിഞ്ഞ് എന്തായി? SIR ബഹളമില്ല. അത് കഴിഞ്ഞ് വഖഫ്, അതിനെല്ലാവരും കൈയടിച്ചത്. വഖഫൊക്കെ യഥാർത്ഥത്തിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം സമൂഹത്തിലുള്ള മുഴുവൻ വസ്തുക്കളും പിടിച്ചെടുക്കാനാണ്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഞങ്ങളെ തൊടില്ല എന്നാണ് ക്രൈസ്തവ വിഭാഗം വിചാരിക്കുന്നത്. പക്ഷേ ഇറ്റ് വിൽ കം. അത് പല രൂപത്തിൽ വരും. ചിലത് കോടതി വിധിയുടെ രൂപത്തിൽ വരും. അതൊക്കെ വളരെ ഇൻ്റലിജൻ്റായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി കണ്ടില്ലേ? ആ വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദളിത് വിഭാഗത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്യുന്നവർക്ക് സംവരണാനുകൂല്യം ലഭിക്കില്ല, കാരണം അത് ദളിതർക്കുള്ള സംവരണാനുകൂല്യമാണ്. എന്ന് പറഞ്ഞാൽ സംവരണ നിയമം കൊണ്ടുവന്നിട്ട് എന്നിട്ടും ആളുകൾ മാറുന്നു. അതിനെ തടയുമ്പോഴേക്ക് അത് ഇച്ചിരി കുറച്ച് ശ്രദ്ധേയമാകുന്നു, വിഷയമാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി നിയമപ്രകാരം അത് തടയാനുള്ള ഒരു വാതിൽ കൂടി അടയ്ക്കുക. യഥാർത്ഥത്തിൽ ആ പാരമ്പര്യത്തിൽ ജനിച്ച മനുഷ്യർക്ക് അവകാശപ്പെട്ടതാണ് ആ സംവരണം. അവരെവിടെ പോയാലും ആ സംവരണം കിട്ടേണ്ടതാണ്. പക്ഷേ അത് കിട്ടുന്നില്ല. നേരത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൽ അങ്ങനെ വരുന്നവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ പണിയങ്ങ് അടച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം എന്താ? SIR കൊണ്ടുവന്നു. എന്നിട്ട് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി വളരെ ഓപ്പണായിട്ടല്ലേ പറയുന്നത്, തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് രോഹിംഗ്യർക്കും ബംഗ്ലാദേശികൾക്കും എന്നാണ് പേര്. പക്ഷേ അതിൽ കിടക്കാൻ പോകുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തവരായിരിക്കും. ആരെയും തൂക്കി അവിടെ ഇടും. ഇന്ത്യ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് ഒരു ശ്രദ്ധയുണ്ടാവട്ടെ. ബംഗ്ലാദേശിൽ ഒരാൾ അവിടെ ഇരുന്ന് പറഞ്ഞത്, അവിടുത്തെ മുൻ കരസേനാ മേധാവിയോ മറ്റു പറഞ്ഞത്, ഇന്ത്യ എന്ന രാജ്യം കഷണം കഷണമായി തീരുന്നത് വരെ നമ്മുടെ ദൗത്യം അവസാനിക്കത്തില്ലെന്ന്. യഥാർത്ഥത്തിൽ നമ്മളുണ്ടാക്കിയ നമ്മുടെ മകളാണ് ബംഗ്ലാദേശ്. ഇന്ന് നമ്മൾക്ക് അവരെതിരാണ്. നമ്മൾ കഷണം കഷണമാകുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. ആരൊക്കെ? ഏതാണ്ട് ചുറ്റുവട്ടത്തുള്ളവരെല്ലാം. ചൈന, പാകിസ്ഥാൻ, അഫ്ഗാൻ, അമേരിക്ക, ശ്രീലങ്ക എല്ലാവരും ഉണ്ട്. ഇവിടെയോ ഇതെങ്ങനെയെങ്കിലും അങ്ങനെ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ബോധ്യപ്പെടണം, മനസ്സിലാക്കണം.